ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ചാടി മാഷിനൊപ്പം പോവില്ലെന്ന സത്യം പറയുമ്പോൾ മാഷ് പിന്നീട് അവിടെ നിൽക്കില്ല കേട്ടോ. മാഷ് കുറച്ച് മുന്നോട്ട് നിന്ന് തൻ്റെ മുഖമൊക്കെ ആകെ മാറി മറിയാണ്. തൻ്റെ മകളെ അവിടെ ചവിട്ടിക്കൂട്ടി അടിക്കാനുള്ള അത്രയും ദേഷ്യം മാഷിൻ്റെ മുഖത്തുണ്ട്. പക്ഷേ തനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ല. അതുകൊണ്ട് തന്നെ മാഷ് തൻ്റെ കൈക്കുള്ളിൽ ആ ദേഷ്യം അടക്കി പിടിക്കാൻ കേട്ടോ. പിന്നീട് സുശീല പിറകെയുണ്ട്. അങ്ങനെ മഞ്ചാടിയും ജീവരാജും സുശീലയും അവിടെ നിന്ന് പോകുമ്പോൾ സുശീല മാഷിനെ അടിമുടി നോക്കുന്നുണ്ട്. പക്ഷെ മാഷ് അത് കാണുന്നില്ല. കാണാത്തതല്ല, മാഷ് തിരികെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിൽ തൊട്ടരികത്തോട്ട് വന്നിട്ട്, അച്ഛാ, ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം, അച്ഛൻ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനുപമ പറയണേ, നിങ്ങളുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഇപ്പൊ മറിഞ്ഞ് മനസ്സിലാക്കിച്ചതാണല്ലോ ഇപ്പൊ ഞങ്ങൾ മഞ്ചാടി കാട്ടിക്കുട്ടിയത് കണ്ടത്, അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടണ്ട അച്ഛാ, നമുക്കിനി പോവാം എന്ന് ഇന്ദ്രന്റെ മുഖത്തടിച്ച് അനുപമ അങ്ങ് പറഞ്ഞ ഉടനെ ഇവിടെ SI വന്നിട്ട് പറയണേ, ഇന്നത്തെ പെൺകുട്ടികൾ ഇങ്ങനെയാണ്, വളർത്തി വലുതാക്കി അച്ഛനമ്മമാരെ തല്ലിപ്പറഞ്ഞ് പോകുന്ന കാലഘട്ടമാണ് ഇന്ന് എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് മാഷ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മഞ്ചാടിയും ജീവരാജ് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ തൻ്റെ മകളോട് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഭാവം പോലും മാഷ് കാണിക്കില്ല. മാഷ് അത്രയും ദേഷ്യമുണ്ട്. പിന്നീട് മാഷിനെ ആണെങ്കിലും മഞ്ചാടി അത്രയും നോക്കില്ല. എന്നാൽ ജീവരാജ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. മഞ്ചാടി തല കുനിച്ച് തന്നെ നിൽക്കും. മാഷാണെങ്കിൽ കാറിലോട്ട് കയറുമ്പോൾ ആ കാറിൻ്റെ ഡോറൊന്ന് തുറക്കുമ്പോൾ തൻ്റെ മകളെ നോക്കുമ്പോൾ തൻ്റെ മകൾ അച്ഛനെ നോക്കുന്ന അച്ഛനെ നോക്കാത്ത ആ ഒരു സീന് കാണുമ്പോൾ മാഷ് മനസ്സിൽ പലതും കുറിച്ചും കൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നീടാണെങ്കിൽ സുശീല വിജയിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുല് സത്യങ്ങളെല്ലാം അറിയാണ്. അപ്പോഴേക്കും സച്ചയും സാവിത്രിയും ഇന്ദുവൊക്കെ വന്നിട്ട് പറയണേ, എന്നാൽ ആ പെൺകുട്ടി അവനൊപ്പം പോയില്ലേ, അത് കേട്ട ഉടനെ തന്നെ മാഷിന്റെ മക്കൾ ഇതെന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ഗോകുല് പറയാണ്. അത് കേൾക്കുന്ന സച്ചി പറയണേ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഇനി സുശീലയല്ലേ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, എങ്ങനെ സുശീല ഇതിൽ വന്ന് ചാടി. അത് കേൾക്കുന്ന ഗോകുല് പറയണേ, ഇന്ദ്രനോട് ഞാൻ മഞ്ചാടിയെ കാണാനില്ല എന്നുള്ള സത്യം പറഞ്ഞിരുന്നു, പക്ഷെ അവരും ഞാനും കൂടിയിട്ട് മാഷിന് മുന്നിൽ മഞ്ചാടി എത്തിക്കുക എന്ന അർത്ഥത്തിലാണ്. പക്ഷെ അത് ഇന്ദ്രൻ മുതലെടുപ്പ് നടത്തുന്നു ഞാനും മനസ്സിലാക്കിയില്ല. അവന്റെ അമ്മക്കൊപ്പം നിന്ന് ഇങ്ങനെയൊക്കെ മാഷിനോട് ഒരു ചതി ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ എന്ത് പറയണേ, എന്തായാലും ഇനിയിപ്പോൾ അവരുടെ നേതൃത്വത്തിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ബന്ധം നിലനിൽക്കില്ല, അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ സച്ചി പറയണേ, എന്തായാലും അവർക്ക് കിട്ടിയ അവസരം അവർ മുതലെടുക്കാതിരിക്കില്ല, അവരും വെറുതെ വിടില്ല എന്ന് പറയണ കേട്ടോ. ഇത് കേൾക്കുന്ന ഗോകുല് പറയണ, ആര് വെറുതെ വിട്ടാലും ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സച്ചി പറയാണ്, ഇതിൽ നീ ഒരു തീരുമാനം എടുക്കരുത് മോനെ, നീ നിന്റേതായ വഴിക്ക് നിൽക്ക്, നീ ആരുടെയും കാര്യത്തിൽ ഇടപെടേണ്ട. മാഷ് കൈവിട്ടെങ്കിൽ പിന്നെ നീ എന്തിന് ഇതിൽ ഇടപെടണം. അവളും അവനും ഈ പറയുന്ന സുശീല ഒരു കൈപ്പിടിച്ച ജീവിതത്തിൽ അതിൽ വെള്ളത തന്നെ ഉണ്ടാവുള്ളൂ, നല്ലത് വരത്തില്ല. അതുകൊണ്ട് തന്നെ കാലം അവൾക്ക് നാളെ ഒന്ന് കുറിച്ചിട്ടുണ്ടാവും. ആ കാലം എന്ന് കുറിക്കുന്ന അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലാതെ കണ്ട് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ നോക്കരുത്. അത് കേൾക്കുന്ന ഗോകുൽ എന്തൊക്കെ മനസ്സിൽ കരുതിയിട്ട് ഗോകുല് പറഞ്ഞു, കാലം അവൾക്ക് കുറിക്കട്ടെ, ആ വിധിയെഴുത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുന്നു എന്ന് ഗോകുല് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇന്ദ്രനും ഈ രവിയൊക്കെ അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ മഞ്ചാടിയും ജീവരാജനെ നല്ല രീതിയിൽ തന്നെ സൽക്കരിച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുശീലയും ഹർഷയും വൻ വിജയം നേടി ആ സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞമ്മ ചായയുമായി വരികയാണ്. ഉടൻ തന്നെ ഇവിടെ ഇന്ദ്രൻ പറയണേ, മഞ്ചാടി ഇങ്ങനെയൊക്കെ എടുത്തു ചാട്ടമൊന്നും അത്ര നല്ലതല്ല, കാര്യങ്ങളൊക്കെ ഓക്കെ, ജീവിതം എന്ന് പറയുന്ന അത്ര പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമല്ല, അത് ജീവിച്ചു തുടങ്ങിയാൽ അത് മനസ്സിലാവുള്ളൂ. അത് കേൾക്കുന്ന മഞ്ചാടിക്ക് അത്ര സൂഹിക്കില്ല. അപ്പോഴേക്കും ഇന്ദ്രൻ, നീ എന്താടാ ഈ പറയുന്നത്, നീ പറഞ്ഞ് അവളെ വെറുതെ ടെൻഷൻ ആക്കണ്ട. അത് കേൾക്കുന്ന രവി പറയണേ, വിവാഹം എന്നുള്ളതൊക്കെ പെട്ടെന്ന് അങ്ങ് നടക്കും, വിവാഹം നടത്താനും അത്ര എളുപ്പമായ ഒരു കാര്യം തന്നെയാണ്, പക്ഷെ അതിനുശേഷം ജീവിതം അത് ഒന്നൊന്നര പാടാണ്. അപ്പൊ തോന്നും പിന്നീട് നിങ്ങൾ ആഗ്രഹിച്ച ആ നിലക്കൊന്നും നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും നിലക്കെത്തിയതിനു ശേഷം ഒരു വിവാഹമാണെങ്കിൽ അതൊരു നല്ല തീരുമാനമാണ്. അതുകൊണ്ട് മഞ്ചാടി തിരികെ പോകാൻ നോക്കിയെന്ന് പറയുമ്പോൾ കുഞ്ഞമ്മ വരികയാണ്. അപ്പൊ കുഞ്ഞമ്മ പറയണേ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അങ്ങ് വിവാഹം കഴിക്കണം, പിന്നീട് വയറ്റിലൊരു കുഞ്ഞിനെ അങ്ങ് സമ്മാനിക്കുമ്പോൾ അപ്പോഴാണ് ബോധം വരിക, അതുവരെ ബോധമൊന്നും വരത്തില്ല. അത് കേൾക്കുന്ന ഹർഷക്കും സുശീലക്കും അങ്ങ് അത്ര പിടിക്കില്ല. അപ്പോഴേക്കും ഹർഷയും സുശീലയ്ക്കും ദേഷ്യം പിടിക്കേണ്ടത്. അങ്ങനെ ഹർഷ പറയണേ, നിങ്ങൾ ഇവിടുത്തെ വീട്ടുവേലക്കാരിയാണ്, നിങ്ങൾ ആ റോള് ചെയ്താൽ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ
കാര്യത്തിൽ ഇടപെടേണ്ട. അത് കേൾക്കുന്ന കുഞ്ഞമ്മ മനസ്സിലായി, ഞാൻ ഇവിടുത്തെ വീട്ടുവേലക്കാരിയാണെന്നാണ് നീ പറഞ്ഞത്. ഇതിന് മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അപ്പോഴേക്ക് ഋഷി പറയണേ, നിങ്ങൾക്ക് അടുക്കളയിൽ എന്താ പറഞ്ഞി, ഞങ്ങളുടെ കുടുംബകാര്യം ഞങ്ങൾ സംസാരിച്ചോളാം. എനിക്ക് മനസ്സിലായി ഋഷിയെ, ഞാൻ ഇതിന് മറുപടിയൊക്കെ എനിക്ക് പറയാൻ അറിയാം, പക്ഷേ ഞാനത് പറയത്തില്ല. ഞാൻ എന്തായാലും പോകുന്നു എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. ഇതേ സമയം മഞ്ചാടിയാണെങ്കിലോ സുശീലയോട് പറയണേ, ആൻറ്റി എന്നെ കൈവിടല്ലേ ആൻറ്റി, ഞങ്ങളുടെ ജീവിതം ആൻറ്റി കരക്കെത്തിക്കുമോ, ഞങ്ങളെ ഇത്രയും ആൻറ്റി രക്ഷിച്ചേക്കിൽ ഞങ്ങൾക്കൊരു താലികെട്ട് ആൻറ്റി നടത്തുമോ. അത് കേട്ടോടെ തന്നെ ഇപ്പുറത്ത് ഞങ്ങൾ ഇനി തുരുത്തിലോട്ട് പോവുക എന്നുള്ള തീരുമാനം ജീവരാജ് പറയണേ. അത് കേൾക്കുന്ന സുശീല പറയണേ, തുരുത്തിൽ പോയിട്ട് എന്താ, അവിടെ ചെന്ന് ഞങ്ങളുടെ വിവാഹം നടത്തും. അത് കേൾക്കുന്ന സുശീല പറയണേ, തുരുത്തിൽ പോയി നിങ്ങളുടെ വിവാഹം നടത്തുന്നതിന് നല്ലത് നിങ്ങളുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് തന്നെ, അതായത് മൂക്കിന് താഴെ വെച്ച് തന്നെ നിങ്ങളുടെ വിവാഹം നടത്തുകയാണെങ്കിൽ എല്ലാവർക്കും ബോധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതാണ് ചെയ്യേണ്ടത്. അത് ആൻറ്റി ചെയ്തു തരുമോ? തീർച്ചയായും ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തും, നാട്ടുകാരെ അറിയാൻ ഞാൻ കല്യാണം നടത്തും എന്നൊക്കെ പറയുമ്പോൾ അത് രവിക്ക് അത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുപോലെ ഇന്ദ്രനും പറയുന്നുണ്ട്, പക്ഷേ അവിടെ നിഷേധിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ശബരിയെയും ദയയെയും ആണ് കാണിക്കുന്നത്. രാമനാഥനോട് കാര്യങ്ങളൊക്കെ പറയാണ്. എന്നാൽ ആ പെൺകുട്ടി അതിനെ അങ്ങ് മാറ്റിയെടുത്ത സുശീല അവർ വിചാരിക്കുന്നത് പോലെ അവരുടെ കുനിഷ്ട ബുദ്ധിയാണ്, അവർ പലതും ചെയ്യും. അപ്പോൾ ഉടനെ ശബരി പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയത് സുശീലാൻറ്റിയുടെ കൈകളിൽ മഞ്ചാടി എത്തിയത് തന്നെയാണ്. അപ്പൊ അനിത ചായയുമായി വന്നിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാണ്. അപ്പോഴേക്കും ദയ, അയ്യോ എൻ്റെ കുഞ്ഞ് കരയുന്ന പോട്ടെ എന്ന് പറയുമ്പോൾ അനിത പറയണേ, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയിക്കൊള്ളാം. അത് കേട്ടിട്ടാണ് ധനജം വരുന്നത്. ധനംപിള്ള വന്നിട്ട് പറയുന്നത്, അതെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പരിക്ക് ഇങ്ങനെ അനിത ഉണ്ടായത് നന്നായി. അത് കേട്ട ഉടനെ തന്നെ ശബരി പറയണേ, ഒരു കണക്കിന് ദയേ, നിനക്കിവിടെ അനിതയുള്ളതാണ് സമാധാനം. കാരണം നിനക്ക് ഏത് സമയത്തും എന്തിനും ഏതിനും നിനക്ക് പോവാനും ഒക്കെ മോനെ ഇട്ട് കൊടുക്കാനും അനിതേച്ചുള്ളത് നീ രക്ഷപ്പെട്ടു. അപ്പൊ ദയ പറയുന്നത് ശരിയാണ്, പലരും പലതും രക്ഷപ്പെടുന്നുണ്ട്, എന്നാൽ ഞാൻ മാത്രം രക്ഷപ്പെടുന്നില്ല. അപ്പൊ ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. അത് കേൾക്കുന്ന രാമനാഥൻ പറയണേ, നീ നിന്റെ ഭാര്യ നേരം വഴുകി പണി കഴിഞ്ഞ് വരുന്നതിനല്ലേ നിനക്ക് ഇത്ര വിരോധം. നിന്റെ ഭാര്യക്ക് പണി കഴിഞ്ഞ് നേരം വഴുകി വരികയാണെങ്കിൽ നീ അവളെ വിലക്കണം. അല്ലാതെയും കണ്ട് എനിക്ക് എൻ്റെ ഭാര്യക്ക് പണിക്ക് പോകുന്നെന്ന് കരുതി എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ ശബരി പറയാ, പിന്നെന്താ ധനേട്ടന്റെ പ്രശ്നം, ഇവിടെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഒരു പെണ്ണുങ്ങൾ ആരുമില്ല. അത് കേട്ട ഉടനെ രാമനാഥൻ പറയണേ, പെണ്ണുങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം എന്നില്ലല്ലോ, നിനക്കും ഉണ്ടാക്കിക്കൂടെ, നിനക്കും കഴിച്ചൂടെ, ആണുങ്ങൾക്കും കഴിക്കാം. അല്ല ഈ അനിത ഇവിടെ വെറുതെ ഇരുന്നതല്ലേ, അനിതയുടെ ഭർത്താവ് അശോകനല്ലേ ഗൾഫിൽ പോയി നയിക്കുന്നത്, എന്നാൽ ഇവൾ എന്തിനാ പോയിട്ട് ഈ അനിതയെ ഇങ്ങനെ കമ്പനിയിലോട്ട് കൊണ്ടുപോയത്. അത് കേട്ട് അനിത അവിടെ വരണം. അപ്പൊ അനിത പറയണേ, ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് തന്നെയാണ് ജോലിക്ക് പോകുന്നത്. എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിന് വെച്ചുണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. പിന്നെ ഈ പറയുന്ന ധനേട്ടന് എന്തെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ പോകുന്നത്, അത് എടുത്തു കഴിക്കാം. പിന്നെ ഇനി അങ്ങനെ എടുത്തു തരാൻ ആളില്ല എങ്കിൽ അത് പറയേണ്ടത് വാസന്തി ചേച്ചിയോടാണെന്ന് പറയണ്ട. അപ്പൊ അത് കേൾക്കുന്ന ആ രാമനാഥനും പറയണേ, നീ നിന്റെ ഭാര്യയെ ആദ്യം നിലക്ക് നിർത്ത്, നിനക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവളോട് ചോദിക്ക്, അല്ലാതെയും കണ്ട് നീ അനിതയുടെ മെക്കെട്ട് കയറാൻ നടക്കുന്ന കാര്യമല്ല എന്നും പറയുന്നു കേട്ടോ. പിന്നീട് ശരിക്കും ധനജന് ദേഷ്യം പിടിക്കണേ. എന്നാൽ ഈ സമയം പിന്നീട് സുശീലയാണ് കാണിക്കുന്നത്. സുശീല ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അനുപമയുടെ അടുത്തോട്ട്. അപ്പൊ മാനമ്മ വിച്ചുമോനെ പാലൊക്കെ കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ, ആഹാ അച്ഛമ്മയുടെ വിച്ചുമോനെ എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ എടുത്തിട്ട് പറയണേ, നിനക്ക് ഞാൻ ചോക്ലേറ്റ് ഒന്നും കൊണ്ടുവന്നില്ല, ഇനിയിപ്പൊ നിന്റെ അമ്മ ഞാൻ ചോക്ലേറ്റ് വന്ന് നിനക്ക് എന്തെങ്കിലും പറ്റി എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് അത് പറയിപ്പിക്കാതിരിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് കൊണ്ടുവരാൻ ഇരുന്നത്. എന്താ സുശീലെ, നിന്റെ കുനിഷ്ട ബുദ്ധികളൊക്കെ കഴിഞ്ഞോ, എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു വരവ്. അതെ അവളില്ലേ ഇവിടെ അനുപമ, എന്തിനാ സുശീലെ നീ അവളെ വിളിക്കുന്ന, കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ, അവളെ ഒന്ന് വിളിക്കുമോ, എന്താ കാര്യം എന്ന് പറയും, എനിക്ക് തിരക്കുണ്ട്, ഒന്ന് അവളെ വിളിക്കുമോ. അപ്പോഴേക്കും അനുപമ പുറത്തോട്ട് വന്നു കേട്ടോ. എന്താണ് നിങ്ങളുടെ കാര്യം, നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നറിയാം, നല്ലതിനൊന്നും നിങ്ങൾ വരത്തില്ലല്ലോ. ആടി, ഞാൻ നല്ലതിനൊന്നും വരത്തില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിന്റെ അച്ഛനോട് ഞാൻ കടയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു, മഞ്ചാടിയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ അതിന്റെ തീരുമാനം എന്താ? നിങ്ങളിപ്പോ മഞ്ചാടിയുടെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചതിന്റെ കുറച്ച് ഒരു ഇതല്ലേ ഞാൻ ഇപ്പൊ കുറച്ചു നേരത്തെ കണ്ടത്, അതുകൊണ്ട് തന്നെ കൂടുതലായി നിങ്ങളൊന്നും പറയണ്ട. അത് കേട്ടോടെ തന്നെ അങ്ങ് ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് സുശീലയ്ക്ക്. എന്താടി നീ എന്നെ വിളച്ചിൽ നടത്തുന്നോ, എൻ്റെ അടുത്ത് നിന്റെ വിളച്ചിലോ എന്ന് പറയുമ്പോൾ, അതെ കുറച്ചൊക്കെ നിങ്ങളുടെ കൂടെ ഞാനും നിന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കുനിഷ്ട ബുദ്ധിയും കുതന്ത്രങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഉടൻ തന്നെ വന്ന കാര്യം എന്താണെങ്കിലും അത് പറഞ്ഞോളൂ.
അതെ, നിന്റെ അനിയത്തിയുടെ കാര്യം സംസാരിക്കാനാണ്. നീ നിന്റെ അച്ഛനും എന്താണ് ഇനി തീരുമാനം എടുക്കാനുള്ളത്? അതിപ്പോ നിങ്ങളോട് എന്താ പറയേണ്ട ആവശ്യം? എന്നോട് പറഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ ഇനി ബാക്കി പറയാം. അതെ, നിന്റെ അനിയത്തിയുടെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഞ്ചരത്നത്തിൽ പറഞ്ഞില്ലേ ആ ഒരു തീരുമാനം, അതല്ല എങ്കിൽ എൻ്റെ അനിയത്തി, നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നത്? നിന്റെ അനിയത്തിയുടെ കല്യാണം ഞാൻ അങ്ങ് നടത്തി കൊടുക്കും. ആണോ? നിങ്ങൾ നടത്തി കൊടുക്കോ? എന്നാ നന്നായി. കാരണം അനന്തമാഷിന്റെ മകളാണ് മഞ്ചാടി. ആ അനന്തമാഷിന്റെ ആ പ്രൗഢിയോട് കൂടി നിന്ന് നിങ്ങൾ ആ കല്യാണം നടത്തി കൊടുക്കുമ്പോൾ നാടും നാട്ടുകാരെയൊക്കെ ഒന്ന് ക്ഷണിക്കണം കേട്ടോ. അങ്ങനെ വേണം ആ കല്യാണം നടത്താൻ കേട്ടോ എന്ന് പറയുമ്പോൾ അവിടെ ഞെട്ടിപ്പോവാണ് കേട്ടോ സുശീല. അങ്ങനെ ചെറിയൊരു സുശീല ഇനി അനുപമയുമാവുമ്പോൾ പൊരുതാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി സുശീല മുട്ടുമടക്കേണ്ടി വരൂ കേട്ടോ.